നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 19 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കൂട്ടുകെട്ടുകളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ദിവസമാണത്. ദുർപ്രവർത്തികളിൽ നയിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ചിലർക്ക് മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ശുഭദിനമാണിത്. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കുവാനും അന്യജനങ്ങളാൽ പ്രശംസിക്കപ്പെടാനും സാധിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും പ്രണയബന്ധങ്ങൾ പൂവണിയുകയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ വലിയ തോതിലുള്ള അഭിവൃദ്ധി ദൃശ്യമാകും. ദമ്പതികൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിയമപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. കേസ് വഴക്കുകൾ, അലച്ചിൽ, കാര്യതടസ്സം എന്നിവ നേരിടാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്നുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അഗ്നിസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽപരമായ ക്ലേശങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ ഇരിക്കുക. ദുരിതങ്ങൾ അലട്ടിയേക്കാം. പ്രത്യേകിച്ച് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഭക്ഷണസുഖം കുറയാനും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്കും ഇടയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. നിദ്രാസുഖവും മനസ്സമാധാനവും ലഭിക്കുന്ന ദിവസമാണിത്. സമൂഹത്തിൽ നല്ല പേര് കേൾപ്പിക്കാൻ സാധിക്കും. കാര്യപ്രാപ്തി വർദ്ധിക്കുകയും സമ്മാനങ്ങൾ, അവാർഡുകൾ എന്നിവ ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. എങ്കിലും ചില സന്ദർഭങ്ങളിൽ അപമാനങ്ങൾ ഏൽക്കാതെ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകും. ഗുരുജനങ്ങളുടെ പ്രീതിയും സൽസന്താന ഭാഗ്യവും ഈ ദിവസത്തിന്റെ സവിശേഷതയാണ്. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കാനും സാധ്യത കാണുന്നു. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ബന്ധുക്കളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ കലഹത്തിനോ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. തലവേദന, ശരീര തളർച്ച എന്നിവ അനുഭവപ്പെട്ടേക്കാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം മനസ്സിന് വിഷമമുണ്ടാകാനോ ത്വക്ക് രോഗങ്ങൾ അലട്ടാനോ ഇടയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസികാവസ്ഥയിൽ ചാഞ്ചല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. അപ്രതീക്ഷിതമായ ആപത്തുകൾ, കേസുകൾ, വഴക്കുകൾ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാനും അപമാനം നേരിടാനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് വലിയ വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും തേടിയെത്തും. സമൂഹത്തിൽ മാന്യത ലഭിക്കാനും സമ്പദ് വർദ്ധിക്കാനും യോഗമുണ്ട്. ആരോഗ്യനില മെച്ചപ്പെടും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അർഹമല്ലാത്ത വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അനാവശ്യമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് മാനഹാനിക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം. ജാഗ്രതയോടെ പ്രവർത്തിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ബന്ധുക്കളുടെ സമാഗമം മനസ്സിന് സന്തോഷം നൽകും. ശത്രുദോഷം മാറിക്കിട്ടുന്ന ദിവസമാണിത്. വിചാരിക്കാത്ത കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടപ്പിലാകും. സൽസുഹൃത്തുക്കളെ ലഭിക്കാനും അവരിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.